എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ജനുവരി 12-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. SIR-മായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ്. 2025 വോട്ടർ ലിസ്റ്റിൽ ഇല്ലാത്തതിനാൽ നിലവിൽ SIR പട്ടികയിൽ ഉൾപ്പെടാത്ത 2026 ഏപ്രിൽ 1-ന് 18 വയസ്സ് പൂർത്തിയാകുന്നവർക്ക് വരെ വോട്ടർ പട്ടികയിൽ ഇപ്പോൾ പേര് ചേർക്കാവുന്നതാണ്. ഇത് എല്ലാ ആളുകളും ശ്രദ്ധിക്കണം. കുട്ടികളുടെ കാര്യത്തിൽ അവരുടെ രക്ഷിതാക്കൾ കൃത്യമായിട്ടും ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. ഇല്ല എങ്കിൽ അത് വലിയ പ്രയാസമാകും. സമയം വളരെ കുറവാണ്. സൈറ്റ് ഇപ്പോൾ തന്നെ കിട്ടാത്ത അവസ്ഥയാണ്. അവസാന സമയത്ത് ഇതിലും തിരക്ക് കൂടി വരാൻ സാധ്യതയുണ്ട്. സമയം കഴിഞ്ഞതിന് ശേഷം നാം ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടാകില്ല. 2026 ഈ വരുന്ന ഏപ്രിൽ 1-ാം തീയതിക്ക് 18 വയസ്സ് പൂർത്തിയാകുന്ന എല്ലാ കുട്ടികളുടെയും രക്ഷിതാക്കൾ ഇക്കാര്യത്തിൽ ഗൗരവമായിട്ട് ചിന്തിക്കണം. അവരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇത് പ്രത്യേകം രക്ഷിതാക്കളോട് പറയുന്നത്. അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്തായാലും രക്ഷിതാക്കൾക്ക് ഓർമ്മയുണ്ടാകും. അതുകൊണ്ട് തന്നെ 2027 ഒക്ടോബർ 1-നകം ജനിച്ചിട്ടുള്ളവർ അപേക്ഷ നൽകേണ്ടതാണ്. ആവശ്യമായിട്ടുള്ള രേഖകൾ: ഒരു ഫോട്ടോ, SSLC ബുക്ക്, ആധാർ കാർഡ്, 2002-ലെ SIR ഡീറ്റെയിൽസ്, അതായത് അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ മുത്തശ്ശനോ മുത്തശ്ശിയോ 2002-ലെ ലിസ്റ്റിൽ ഉള്ളതിന്റെ ഒരു രേഖയാണ് വേണ്ടത്. വീട്ടിലെ ഒരംഗത്തിന്റെ എപ്പിക് നമ്പർ കൂടി ഇതോടൊപ്പം ചേർക്കേണ്ടതുണ്ട്. ഈ SIR നടപ്പിലാകുന്നത് വരെ പല ആളുകളും കരുതിയിരുന്നത് വോട്ട് ചേർക്കുന്നതൊക്കെ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ആവശ്യമാണ്, അവർ വേണമെങ്കിൽ വോട്ട് ചേർത്തോട്ടെ, ചേർക്കുന്ന ആൾക്ക് ചെയ്യാം എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ ഇത് നമ്മുടെ ആവശ്യമാണ്, നമ്മുടെ അവകാശമാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ജാഗ്രത പാലിക്കണം. വോട്ടില്ല എങ്കിൽ പൗരത്വത്തിന് വരെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതോടൊപ്പം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, പഞ്ചായത്ത് ഇലക്ഷന് വോട്ട് ചെയ്തിട്ടുണ്ടാവും പല കുട്ടികളും. പക്ഷേ പഞ്ചായത്ത് ഇലക്ഷന് വോട്ട് ചെയ്തതുകൊണ്ട് നിയമസഭാ ഇലക്ഷൻ ലിസ്റ്റിൽ ഉണ്ടാകില്ല. ഈ രണ്ട് ലിസ്റ്റും രണ്ടാണ്. SIR ലിസ്റ്റ് അല്ല പഞ്ചായത്ത് ഇലക്ഷന് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് ഇലക്ഷന് വോട്ട് ചെയ്തതുകൊണ്ട് നിങ്ങൾ SIR പട്ടികയിൽ ഉണ്ടാകും എന്ന് ഉറപ്പില്ല. നിങ്ങളുടെ BLOയെ വിളിച്ച് നിലവിൽ നിങ്ങളുടെ കരട് പട്ടിക ആവശ്യപ്പെട്ടാൽ അത് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതിൽ ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും അതിപ്പോ 18 വയസ്സ് ആകുന്ന കുട്ടികളുടെ കാര്യം മാത്രമല്ല, മറ്റുള്ള ആളുകൾ ഇല്ല എങ്കിൽ അവരും അപേക്ഷ നൽകേണ്ടതാണ്. ഹിയറിങ്ങിന് ഹാജരാകേണ്ടിയും വരും. അപ്പോൾ ഓരോ ദിവസം കഴിയും തോറും തിരക്ക് കൂടുകയാണ്, പ്രയാസപ്പെടും. പോസ്റ്റ് ഓഫീസ് വഴി ലഭ്യമാകുന്ന ഗ്രൂപ്പ് ആക്സിഡന്റ് ഇൻഷുറൻസ് പദ്ധതിയെക്കുറിച്ചാണ് പറയുന്നത്. വളരെ കുറഞ്ഞ പ്രീമിയത്തിൽ സാമ്പത്തിക സുരക്ഷ നൽകുന്ന ഒരു പദ്ധതിയാണിത്. ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക്, ടാറ്റ AIG, ബജാജ് അലയൻസ് തുടങ്ങിയ കമ്പനികളുമായി ചേർന്നാണ് ഈ ഇൻഷുറൻസ് നൽകുന്നത്. സാധാരണക്കാർക്കായി പ്രധാനപ്പെട്ട 2 പ്ലാനുകളാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 399 രൂപയുടെ ഒരു പ്ലാനും 299 രൂപയുടെ മറ്റൊരു പ്ലാനുമാണ്. ഒരു വർഷത്തേക്ക് 10 ലക്ഷം രൂപ പരിരക്ഷ ലഭിക്കുന്നത് തന്നെയാണ് 2 പ്ലാനുകളും. എന്നാൽ ലഭിക്കുന്ന ആനുകൂല്യത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന് മാത്രം. പദ്ധതിയുടെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ ഇനി പറയുന്നവയാണ്. അപകടം സംഭവിച്ചാൽ കുടുംബത്തിന് 10 ലക്ഷം രൂപ ലഭിക്കും. അപകടത്തിൽ സ്ഥിരമായ അംഗവൈകല്യം സംഭവിച്ചാലും 10 ലക്ഷം രൂപ ലഭിക്കും. കൂടാതെ ചികിത്സാ ചിലവുകളും ലഭ്യമാകും. അപകടത്തെ തുടർന്ന് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയാൽ 60,000 രൂപ വരെയും OPE വിഭാഗത്തിലുള്ള ചികിത്സയ്ക്ക് 30,000 രൂപ വരെയും ക്ലെയിം ചെയ്യാവുന്നതാണ്. വിദ്യാഭ്യാസ സഹായവും ലഭിക്കുന്നതാണ്. അതായത് അപകടം സംഭവിച്ചാൽ ഇൻഷുറൻസ് എടുത്ത ആളുടെ പരമാവധി 2 കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായമായി നിശ്ചിത തുക ലഭിക്കുന്നതാണ്. കൂടാതെ ആശുപത്രിയിലെ നിത്യ ചെലവിനു വേണ്ടി എല്ലാ ദിവസവും 1000 രൂപ പരമാവധി 10 ദിവസത്തേക്ക് ലഭിക്കുന്നതാണ്. ഇനി പദ്ധതിയിൽ ആർക്കൊക്കെ ചേരാം? 18 മുതൽ 65 വയസ്സ് വരെ പ്രായമുള്ള എല്ലാവർക്കും ഈ പദ്ധതിയിൽ ചേരാവുന്നതാണ്. അതിനുവേണ്ടി ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ടായിരിക്കണം. അക്കൗണ്ട് ഇല്ല എങ്കിൽ തൊട്ടടുത്ത പോസ്റ്റ് ഓഫീസിൽ നിന്നും മിനിറ്റുകൾക്കുള്ളിൽ ഇവ തുടങ്ങാനും കഴിയുന്നതാണ്. ഇനി പറയുന്ന കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് 1 വർഷം കാലാവധിയുള്ള പോളിസിയാണ്. ഓരോ വർഷവും ഇത് പുതുക്കേണ്ടതുണ്ട്. സാധാരണ മരണങ്ങൾക്ക്, അപകടത്തിലൂടെ അല്ലാതെയുള്ള മരണങ്ങൾക്ക് ഈ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുകയില്ല. പോസ്റ്റ് ഓഫീസ് പേയ്മെന്റ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. ആധാർ കാർഡും അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറും കയ്യിൽ കരുതണം. പോസ്റ്റ് ഓഫീസിലുള്ള ജീവനക്കാർ നിങ്ങളുടെ ബയോമെട്രിക് ഉപയോഗിച്ചോ OTP വഴിയോ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇൻഷുറൻസ് ആക്ടിവേറ്റ് ചെയ്തു തരും.
പോസ്റ്റ് ഓഫീസ് പേയ്മെന്റ് ബാങ്ക് അക്കൗണ്ടിൽ പണം ഉണ്ട് എങ്കിൽ അതിൽ നിന്നും പണം ഈടാക്കുകയാണ് ചെയ്യുക. കൂടാതെ മൊബൈൽ ഫോണിലൂടെ ആപ്പ് വഴി സ്വന്തം ഇത് രജിസ്റ്റർ ചെയ്യാനാകും. നിങ്ങൾ പോസ്റ്റ് ഓഫീസ് പേയ്മെന്റ് ബാങ്ക് അക്കൗണ്ടിന്റെ IPPB മൊബൈൽ ബാങ്കിംഗ് എന്ന ആപ്പ് ഉപയോഗിക്കുന്നുണ്ട് എങ്കിലാണ് ഇത് സാധ്യമാകുക. ആപ്പ് ഓപ്പൺ ചെയ്ത് ലോഗിൻ ചെയ്ത ശേഷം ഹോം പേജിൽ ഇൻഷുറൻസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കും. ഇങ്ങനെ മൊബൈൽ ആപ്പ് വഴി ഇൻഷുറൻസ് എടുക്കുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ 400 രൂപയെങ്കിലും ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇൻഷുറൻസ് എടുത്ത് 1 വർഷത്തേക്കാണ് ഇതിന്റെ കാലാവധി. ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമെയിൽ വിലാസത്തിലേക്ക് പോളിസി ഡോക്യുമെന്റ് ലഭിക്കുന്നതാണ്. 399, 299 എന്നിങ്ങനെ 2 പ്ലാനുകളാണ് ഉള്ളത് എന്ന് പറഞ്ഞു. ഇതിൽ രണ്ടിലും വ്യത്യാസം മക്കൾക്കുള്ള വിദ്യാഭ്യാസ ആനുകൂല്യവും ആശുപത്രി ചെലവിലേക്കുള്ള ദിവസേനയുള്ള 1000 രൂപയും 399ന്റെ പ്ലാനിലാണ് ഉള്ളത്. 299ൽ അതില്ല. ബാക്കിയുള്ളവ എല്ലാം 2 പ്ലാനിലും ഒരേപോലെയാണ്. പദ്ധതിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങളുടെ തൊട്ടടുത്തുള്ള പോസ്റ്റ് ഓഫീസുമായിട്ടൊന്ന് ബന്ധപ്പെടുക. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണ നടപടികൾ ഉടൻ ആരംഭിക്കും. ജനുവരി മാസത്തെ, അതായത് 2026 ആദ്യ മാസത്തെ പെൻഷൻ വിതരണ നടപടികളിലേക്കാണ് സർക്കാർ കടക്കുന്നത്. ഈ മാസം 20-ന് കടമെടുപ്പുണ്ടാകും എന്നാണ് വിവരം. ഈ മാസം 20-ന് കടമെടുത്തു കഴിഞ്ഞാൽ തുടർന്നുള്ള ദിവസങ്ങളിൽ തന്നെ പെൻഷൻ വിതരണം നടത്തും. അതായത് ചൊവ്വാഴ്ചയോ അല്ലെങ്കിൽ ബുധനാഴ്ചയൊക്കെ ആയിട്ട് പെൻഷൻ വിതരണം ബാങ്ക് അക്കൗണ്ടുകളിൽ ഉണ്ടാകും. 24-ാം തീയതി 4-ാം ശനിയാഴ്ച അവധിയും 25-ാം തീയതി ഞായറാഴ്ച അവധിയും 26-ാം തീയതി റിപ്പബ്ലിക് ദിന അവധിയും 27-ാം തീയതി ബാങ്ക് പണിമുടക്കുമാണ്. അതിനു മുമ്പ് പെൻഷൻ വിതരണം പൂർത്തിയാക്കുന്നതായിരിക്കും. കയ്യിൽ വിതരണം ചെയ്യുന്ന ആളുകൾക്ക് ഈ ദിവസങ്ങളിലൊക്കെ ആയിട്ട് പെൻഷൻ വിതരണം ഉണ്ടാകും. എന്തായാലും 2000 രൂപ പെൻഷൻ അത് അടുത്ത ഗഡു കൂടി ലഭിക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ്. മസ്റ്ററിംഗ് പൂർത്തീകരിച്ച 62 ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കൾക്കും പെൻഷൻ എത്തും. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എങ്കിലും ഈ ഒരു അവസരത്തിൽ സംസ്ഥാനത്ത് പെൻഷൻ വൈകുകയോ മുടങ്ങുകയോ ചെയ്യില്ല എന്നുള്ളതാണ് വിവരം. കാരണം 3 മാസങ്ങൾക്കപ്പുറം ഈ കേരള സർക്കാർ തുടരണമോ അതോ മറ്റൊരു സർക്കാർ വരണമോ എന്ന് തീരുമാനിക്കേണ്ട ഇലക്ഷനാണ്. ഈ ഒരു സമയത്ത് സംസ്ഥാന സർക്കാർ യാതൊരുവിധ റിസ്ക്കും എടുക്കില്ല. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും 1600-ൽ നിന്നും 400 രൂപ പെൻഷൻ വർദ്ധിപ്പിച്ച് 2000-ലേക്ക് ആക്കിയത് പഞ്ചായത്ത് ഇലക്ഷന് മുമ്പാണ്. അതും ഇതിനു വേണ്ടി തന്നെയായിരുന്നു. പക്ഷേ പഞ്ചായത്ത് ഇലക്ഷന് കനത്ത തോൽവിയാണ് നേരിട്ടത്. ഈ മാസം 29-ന് ജനുവരി 29-ാം തീയതി സംസ്ഥാന ബജറ്റ് നടക്കാൻ വേണ്ടി പോവുകയാണ്. ഈ ഒരു ബജറ്റിൽ ഇനിയും പെൻഷൻ വർധനവ് ഉണ്ടായേക്കും എന്നുള്ളതാണ് വിവരം. സംസ്ഥാനത്തെ മൊത്തം വോട്ടർമാരുടെ വലിയൊരു ശതമാനമാണ് 62 ലക്ഷത്തോളം പേർ. ഈ ആളുകളുടെ വോട്ട് വളരെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ, 60 വയസ്സ് കഴിഞ്ഞ വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്നവർ, 50 വയസ്സ് കഴിഞ്ഞ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർ, വിധവാ പെൻഷൻ വാങ്ങുന്നവർ, ഭിന്നശേഷി പെൻഷൻ വാങ്ങുന്നവരെല്ലാം ജനുവരി മാസത്തെ പെൻഷന് വേണ്ടി കാത്തിരിക്കുകയാണ്. അത് കൂടുതൽ താമസിക്കേണ്ടി വരില്ല. 20-ാം തീയതിക്ക് ശേഷം ഏത് ദിവസം വേണമെങ്കിലും തുക എത്താം എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകൾ വരേണ്ടതുണ്ട്. ആ അറിയിപ്പുകളെല്ലാം ലഭിക്കുമ്പോൾ കൃത്യമായിട്ട് വിവരങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതാണ്. മസ്റ്ററിംഗ് ചെയ്യാത്തത് കൊണ്ട് പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കുക. 20-ാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തി മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരമുണ്ട്. അത് ചെയ്യുക. എന്നാൽ മാത്രമേ തുടർന്ന് അങ്ങോട്ട് പെൻഷൻ ലഭിക്കുകയുള്ളൂ. തുടർച്ചയായിട്ട് മുടങ്ങിക്കിടക്കുന്ന ആളുകളോടാണ് പറയുന്നത്, ഇപ്പോൾ പെൻഷൻ ലഭിക്കുന്ന ആളുകൾ ഇപ്പോൾ മസ്റ്ററിംഗ് ചെയ്യേണ്ടതില്ല. അതുപോലെ വിധവാ പെൻഷൻ വാങ്ങുന്നവരും അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരും പെൻഷൻ തുടർന്ന് ലഭിക്കുന്നതിന് എല്ലാ വർഷവും ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതുണ്ട്. അതായത് പുനർവിവാഹിതയല്ല അല്ലെങ്കിൽ വിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതുണ്ട്. ഈ വർഷത്തേത് അത് ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് പലപ്പോഴായിട്ട് പല ആളുകളും ചോദിക്കുന്നുണ്ട്. അത് ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിൽ വ്യത്യസ്ത സമയങ്ങളിലാണ് ആവശ്യപ്പെടാറ്. പക്ഷെ ഇപ്പോൾ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയമായതുകൊണ്ട് തന്നെ മിക്കവാറും തദ്ദേശ സ്ഥാപനങ്ങളിൽ അത് ആവശ്യപ്പെട്ടിട്ടുണ്ടാകില്ല. അങ്ങനെ ഏതെങ്കിലും തദ്ദേശ സ്ഥാപനത്തിൽ ആവശ്യപ്പെട്ടു എന്നുള്ള ഒരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ല. അത്തരം അറിയിപ്പുകൾ വന്നാൽ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ്. ഞായർ അവധിക്ക് ശേഷം റേഷൻ കാർഡുള്ളവർക്ക് സപ്ലൈകോ വിഹിതങ്ങളും റേഷൻ കാർഡ് വിഹിതങ്ങളുടെയും വിതരണം നാളെ മുതൽ വീണ്ടും സജീവമാകും. ചെറുപയർ, ഉഴുന്ന്, കടല, വൻപയർ, തുവരപ്പരിപ്പ്, മുളക്, മല്ലി, പഞ്ചസാര, വെളിച്ചെണ്ണ, ജയ അരി, കുറുവരി, മട്ടരി, പച്ചരി, ഈ 13 ഇനം സബ്സിഡി സാധനങ്ങളും 20 കിലോ അരി 25 രൂപ നിരക്കിലും സപ്ലൈകോയിൽ നിന്നും വാങ്ങാം. ഓരോ റേഷൻ കാർഡിനും വ്യത്യസ്തമായിട്ടുള്ള വിഹിതങ്ങൾ റേഷൻ കടയിൽ നിന്നും ലഭിക്കുന്നതാണ്. ഇവയെല്ലാം വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് ഈ മാസം റേഷൻ കടയിലൂടെ അരി കമ്മിയാണ് എങ്കിലും 2 ആട്ട വരെ ലഭിക്കുന്നതാണ്. റേഷൻ കടയിൽ ആട്ട എത്തിയിട്ടുണ്ടോ എന്ന് വിളിച്ച് അന്വേഷിച്ചതിന് ശേഷം പോവുക.
പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ